നിങ്ങൾ ഉപരിപഠനത്തിനായോ ജോലിക്കായോ അത് വെറുതെ ഒന്ന് സന്ദർശിക്കാനോ യുകെയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണോ എങ്കിൽ നിങ്ങൾക്കായി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. ഈ ഏപ്രിൽ 8 മുതൽ യുകെയിലേക്കുള്ള വിസ നിരക്കുകളിൽ കാര്യമായ വർധനവ് വരുത്തിയിരിക്കുകയാണ് ബ്രിട്ടീഷ് ഹോം ഓഫീസ്. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശികൾക്ക് ഈ മാറ്റം വലിയ തിരിച്ചടിയാകുമോ? ഏതൊക്കെ വിസകൾക്കാണ് നിരക്ക് കൂടിയത്? വിദ്യാർത്ഥികൾക്കും തൊഴിലാളികൾക്കും ഇനി എത്ര രൂപ അധികം നൽകേണ്ടി വരും? ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായും കാണുക. കഴിഞ്ഞ മാസമാണ് UK ഹോം ഓഫീസ് വിസ നിരക്കുകൾ വർദ്ധിപ്പിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയത്. ഏകദേശം 6 മുതൽ 7% വരെയാണ് മിക്ക വിസ വിഭാഗങ്ങളിലും വർധനവുണ്ടായിരിക്കുന്നത്. ഇമിഗ്രേഷൻ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനും അതിന്റെ ചിലവുകൾ അപേക്ഷകരിൽ നിന്ന് തന്നെ കണ്ടെത്തുന്നതിനുമാണ് ഈ നീക്കമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഏറ്റവും വലിയ വർധനവ് വന്നിരിക്കുന്നത് ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ അഥവാ ETA ഫീസിലാണ്. ഇത് 16 പൗണ്ടിൽ നിന്ന് 20 പൗണ്ടായി ഉയർന്നു. അതായത് ഏകദേശം 25% വർധനവ്. കൂടാതെ പാസ്പോർട്ട് ഫീസുകളിലും 8% വരെ വർധനവ് വന്നിട്ടുണ്ട്. നിരക്ക് വർദ്ധിച്ച ഓരോ വിസ പ്രോസസ്സും നമുക്ക് വിശദമായി പരിശോധിക്കാം. വിസിറ്റർ വിസ. സാധാരണ 6 മാസത്തെ വിസിറ്റർ വിസയ്ക്ക് ഇതുവരെ 127 പൗണ്ടായിരുന്നു നിരക്ക്. എന്നാൽ ഏപ്രിൽ 8 മുതൽ ഇത് 135 പൗണ്ടായി ഉയർന്നു. ഇന്ത്യൻ രൂപയിൽ ഏകദേശം 17,000 രൂപയോളം വരുമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. സ്റ്റുഡന്റ് വിസ. ഉപരിപഠനത്തിനായി യുകെയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്കും തിരിച്ചടിയുണ്ട്. സ്റ്റുഡന്റ് വിസ, ചൈൽഡ് സ്റ്റുഡന്റ് വിസ എന്നിവയുടെ നിരക്ക് 524 പൗണ്ടിൽ നിന്ന് 558 പൗണ്ടായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ നിരക്കുകൾ കേൾക്കുമ്പോൾ വലിയ തുകയായി തോന്നാമെങ്കിലും വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു വിദ്യാർത്ഥി യുകെയിൽ പഠിക്കാനായി ചിലവാക്കുന്ന മൊത്തം തുകയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് ചെറിയൊരു ശതമാനം മാത്രമാണെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതോടൊപ്പം യുകെയിലെ തൊഴിൽ വിപണി ലക്ഷ്യമിടുന്നവർക്കും ചിലവ് കൂടുമെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. വിദേശത്ത് നിന്ന് അപേക്ഷിക്കുന്നവർക്ക് 3 വർഷം വരെയുള്ള വിസയ്ക്ക് 769 പൗണ്ടിൽ നിന്ന് 819 പൗണ്ടായി നിരക്ക് വർദ്ധിച്ചു. 3 വർഷത്തിന് മുകളിലാണെങ്കിൽ 1519 പൗണ്ടിന് പകരം ഇനി മുതൽ 1618 പൗണ്ട് നൽകണം. നിലവിൽ യുകെയിലുള്ളവർ വിസ പുതുക്കുകയോ മാറ്റുകയോ ചെയ്യുമ്പോൾ 3 വർഷം വരെ 943 പൗണ്ടും അതിനു മുകളിൽ 1865 പൗണ്ടും നൽകേണ്ടി വരും. ആരോഗ്യ മേഖലയിൽ ജോലി തേടുന്നവർക്ക് 3 വർഷം വരെ 324 പൗണ്ടും അതിനു മുകളിൽ 628 പൗണ്ടുമാണ് പുതിയ നിരക്ക്. ഇന്ത്യക്കാർക്കായി പ്രത്യേകമായുള്ള ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം വിസയുടെ നിരക്ക് 319 പൗണ്ടിൽ നിന്ന് 340 പൗണ്ടായി ഉയർത്തിയിട്ടുണ്ട്. യുകെയിൽ സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയൊരു തുക തന്നെ മാറ്റിവെക്കേണ്ടി വരും. ഇൻഡെഫിനിറ്റ് ലീവ് ടു റിട്ടയർമെന്റ് നിരക്ക് 3029 പൗണ്ടിൽ നിന്ന് 3226 പൗണ്ടായി കുത്തനെ ഉയർന്നു. പൗരത്വത്തിനായുള്ള അപേക്ഷാ ഫീസ് 1605 പൗണ്ടിൽ നിന്ന് 1709 പൗണ്ടായി വർദ്ധിച്ചു. എന്നാൽ ഒരു ആശ്വാസ വാർത്തയുള്ളത് കുട്ടികളുടെ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷന്റെ കാര്യത്തിലാണ്. ഇതിന്റെ നിരക്ക് 1214 പൗണ്ടിൽ നിന്ന് 1000 പൗണ്ടായി കുറച്ചിട്ടുണ്ട്. ഏകദേശം 18% കുറവാണ് ഇവിടെ വരുത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഏപ്രിൽ 8 മുതൽ UK യാത്ര കൂടുതൽ ചെലവേറിയതായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ പുതിയ നിരക്കുകൾ കൃത്യമായി മനസ്സിലാക്കി മാത്രം തുകയടയ്ക്കുക.